നമ്മുടെ കപ്പല് കനാലിന്റെ ഭിത്തിയിൽ ഇടിച്ച് കുറെ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പനാമ കനാലാണ് ഉള്ളത്. പനാമ കനാലിന്റെ ട്രാൻസിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പിന്നിൽ കാണുന്നത് ഇതാണ് പനാമ കനാല്. പനാമ കനാലിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 4 മണിക്ക് നമ്മൾ ആങ്കറിൽ നിന്ന് തിരിച്ചതാണ്. ഇതേപോലെ തന്നെ ഒരുപാട് സ്റ്റേജുകളുണ്ട്. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പനാമ കനാലിന്റെ ട്രാൻസിറ്റ് ആണ്. 2 സ്റ്റേജുകൾ. കടലിന്റെ നിരപ്പിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഓപ്പൺ ഡാമിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടുന്ന്. നമ്മുടെ കപ്പലിനെ സെക്യൂർ ചെയ്ത് നിർത്തുന്നത് ഇതേപോലുള്ള എഞ്ചിനുകളാണ്. ഇത് ട്രാക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് ഒരേ ലെവലിൽ കപ്പലിനെ ഈ ഗ്യാപ്പ് കണ്ടില്ലേ, കപ്പലിന് ആ തീരെ ചെറിയൊരു കൂടി വന്നു കഴിഞ്ഞാൽ 1 മീറ്റർ ഗ്യാപ്പേ കാണൂ 2 സൈഡിലുമായിട്ട്. അപ്പം ആ ഒരു ഗ്യാപ്പിൽ നമ്മളെ സെക്യൂർ ചെയ്ത് നിർത്തുന്നത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ സെക്യൂർ ചെയ്ത് നിർത്തുന്ന രീതിയിലാണ് ഈ എൻജിൻ. ഇത് ട്രെയിനിൻ്റെ പോലത്തെ എൻജിനാണ്. അതിൽ നല്ല റോപ്പിൽ ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അയൺ റോപ്പിലാണ് ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ സെയിം കപ്പലിലെ പോലെ തന്നെ ഇത് അപ്പുറത്തെ സൈഡിൽ കഴിഞ്ഞ് ഈ മലയുടെ ചെറിയൊരു മല കാണുന്നുണ്ടല്ലേ, നമ്മളെക്കാളും ഹൈറ്റായ ഒരു പ്രദേശത്തൂടെ കപ്പൽ പോകുന്നുണ്ടോ. അപ്പം അങ്ങനെ ഓരോ സ്റ്റേജിലായിട്ട് 2 സ്റ്റേജിലായിട്ട് ഇങ്ങനെ കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പം ഇതേപോലെ തന്നെയുള്ള ഒരു അടുത്ത സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം അതാണ് നമ്മൾ കാണുന്നത്. ഈ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെക്കാളും ഹൈറ്റിൽ ഒരു കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശം ഒരു ഡാമിനാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കൂടെ ഉള്ള ഒരു 3 വാഹനങ്ങളാണ് ഇരിക്കുന്നത്. കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഉണ്ട്. ഏകദേശം ചൈനയിൽ നിന്ന് ലോഡ് ചെയ്തതാണ്. ഇത് ഹുണ്ടൂറാസിലേക്ക് ഇറക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വാഹനങ്ങളാണ്. ഇതാണ് ഇവരുടെ ഓഫീസും കാര്യങ്ങളുമൊക്കെ. നമ്മുടെ ഷിപ്പിനെ മൂവ് ചെയ്യിക്കുകയാണ്. ഇത് കണ്ടോ, അത് വളരെ പതുക്കെ ഓടിച്ച് കൊണ്ടുപോവുകയാണ്. ഒരു സിഗ്നൽ കൊടുത്തു, റോപ്പ് ലൂസായി. ഓപ്പോസിറ്റ് ഉള്ള ഷിപ്പ് ഇതേ പോകും. നമ്മളെക്കാളും ഹൈറ്റിൽ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞ് പോകുന്ന ഒരു ഫീലുണ്ട്. APL ഒരു ഷിപ്പാണ് പോകുന്നത്. ഇതാണ് പനാമ കനാൽ. ഏകദേശം നമ്മളൊരു മലകയറ്റമാണ് പനാമ കനാലിലോട്ട് ഉദ്ദേശിക്കുന്നത്. ഈ മല കയറി നമ്മൾ ഡാമിലേക്ക് ചെല്ലുന്നു. ആ ഡാം വഴിയാണ് ഡാമിൽ കഴിഞ്ഞ് അടുത്ത ഏരിയയിലേക്ക് പോകുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് വ്യത്യാസം വരുന്നത്. നിങ്ങൾക്ക് വേറൊരാളെ കൂടെ പരിചയപ്പെടുത്താം. കഴുകനെ കണ്ടിട്ടുണ്ടോ? കഴുകൻ ആണ് ഇരിക്കുന്നത്. കഴുകൻ നമ്മുടെ നാട്ടിലേക്കും ഇല്ല, കുറെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതേ ഇരിക്കുന്നത് കഴുകൻ. ക്ലാരിറ്റി എത്രമാത്രം വ്യക്തമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് കഴുകനാണ് കേട്ടോ. കഴുകരിക്കുന്നുണ്ടോ? ഇവിടെ മൊത്തം കഴുകനുണ്ട്. ഇതേ ഇരിക്കുന്നു. ഇവിടെ മൊത്തം കഴുകൻ. മൊത്തം കഴുകരിക്കുകയാണ്. കഴുകൻ അടിപൊളി. നമ്മൾ എൻജിൻ വഴിയുള്ള കൺട്രോളിങ് നമ്മുടേത് കഴിഞ്ഞു. ഇനിയിപ്പം ടഗ് ബോട്ട്സ് ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പിനെ പുള്ളി ചെയ്യാനായിട്ടും പുഷ് ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ബോട്ടുകളാണ് ടഗ് ബോട്ട്സുകൾ. ഏകദേശം നല്ല പവറുള്ള എൻജിൻസാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത റോപ്പ് അവിടെ വീണു. ഇനി അതിൽ നിന്ന് റോപ്പ് അവരുടെ ഫോർവേഡിലെ ഇതിൽ കണക്റ്റ് ആകും, ബൊലാട്ടിൽ കണക്റ്റ് ആകും. ഇട്ടതിന് ശേഷം പിന്നെ ടഗ് ബോട്ട്സ് ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ബാക്കിലെ എൻജിൻ്റെ റോപ്പും ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. റോപ്പ് ഡിസ്കണക്ട് ചെയ്തു, 2 റോപ്പ് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ആ എൻജിൻ ഫ്രീ ആയിട്ട് ഓടി ഫോർവേഡിൽ പോയി അവർ വെയിറ്റ് ചെയ്യും അടുത്ത ഇതിന് വേണ്ടി. ഈ എൻജിൻസാണ് നമ്മളെ പുള്ളി ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മളെ പുള്ളി ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുവന്നത് ഈ എൻജിൻസാണ്. അത്യാവശ്യം എന്താ പറയുന്നത്, നമ്മുടെ ഒരു ട്രെയിനിൻ്റെ ഹാഫ് അത്ര ഒരു
അത്യാവശ്യം പവറുള്ള എൻജിൻസ് ആണ്. ഇനി അത് അടുത്ത മെഷീന് വേണ്ടിയിട്ട് ഇത് പോവുകയാണ് അങ്ങോട്ട്. ഇത് നമ്മുടെ അസിസ്റ്റൻറ്റിന് വേണ്ടി, ബാക്ക് അസിസ്റ്റൻറ്റിന് വേണ്ടിയുള്ള ടഗ് ബാക്കിൽ എത്തിയിട്ടുണ്ട്. ഫോർവേഡിൽ ഇതേപോലെ തന്നെ ഒരു ടഗ് ബോട്ട് പുഷ് ചെയ്ത് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പം ഈ നടന്ന അതേ പ്രോസസ്സ് തന്നെ മൂന്നെണ്ണം കൂടെ നടക്കാനുണ്ട്. അതായത് ഇതും കൂടെ ചേർത്ത് 2 എണ്ണം കൂടി ഇനിയും നടക്കാനുണ്ട്. ഇത് സെയിം പ്രോസസ്സാണ് നടക്കുന്നത്. കടലിലൂടെ കപ്പലോടിച്ച് അങ്ങനെ നമ്മൾ അവസാനം ഒരു കാട്ടിലൂടെ കപ്പലോടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും ഒരു ഡാമിലൂടെ. ഈ ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ഒരു ഫ്രഷ് വാട്ടറിലൂടെയാണ് കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളെ സീ വാട്ടറിലൂടെ പോയിക്കൊണ്ടിരുന്നില്ല, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. നമ്മൾ ഫ്രഷ് വാട്ടറിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം മലയും കാടുകളും എല്ലാം ഉണ്ട്. ഈ ഡാമിനകത്ത് തന്നെ കുന്നും ചരിവുകളൊക്കെ കാണും. അതുകൊണ്ട് തന്നെ നമ്മളെ കപ്പലിനെ നിയന്ത്രിക്കുന്നത് ഇതിൽ തന്നെ പൈലറ്റ് എന്നൊരാളുണ്ട് എന്നാണ്. നമ്മൾ ഈ കപ്പൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിയാണ്. എവിടെയൊക്കെ കുഴികളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം പുള്ളിക്കേ അറിയത്തുള്ളൂ. കുഴിയേക്കാളിലും നമ്മൾ പേടിക്കേണ്ടത് മലകളെയാണ്. നമ്മൾക്കറിയാതെ മറഞ്ഞിരിക്കുന്ന മലകളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ഷനൊക്കെ തന്നെ നമ്മൾ ഇതിനകത്തൂടെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരു കനാൽ ഇവിടെ നിർമ്മിക്കാനുണ്ടായ പ്രധാന കാരണം പസഫിക് സമുദ്രത്തിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്കും അന്റാർട്ടിക്കയിൽ നിന്ന് തിരിച്ചു കപ്പൽ മാർഗം സഞ്ചരിക്കുമ്പം ഏകദേശം 15,000 കിലോമീറ്ററോളം നമ്മൾ ചുറ്റി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സമയം, ഇന്ധന ചെലവ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ തുച്ഛമായ ഒരു പൈസ അടച്ച് ഇതുവഴി നമുക്ക് കടന്നു പോകാൻ പറ്റും. വളരെ സേഫുമാണ്, റിസ്ക്കും കുറവാണ്. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ സാധ്യതയേറുന്നത്. ഇനി ഇതിൻ്റെ ചരിത്രം കൂടി പറയുകയാണെങ്കിൽ 16-ാം നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് പനാമയ്ക്കടുത്തൊരു കനാൽ എന്ന സങ്കല്പത്തിന്. നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചത് 1880-ൽ ഫ്രഞ്ച് നേതൃത്വത്തിലാണ്. 21,900 തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ ഈ പദ്ധതി അന്ന് പരാജയത്തിലാണ് കലാശിച്ചത്. അതിനുശേഷം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലയളവിൽ അമേരിക്ക കനാൽ നിർമ്മാണം ഏറ്റെടുക്കുകയും വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ കനാലിൻ്റെ എക്സിറ്റ് ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടത്തെ കുറേ കപ്പലുകൾ ഇങ്ങനെ ആങ്കറിൽ കിടപ്പുണ്ട്, വെയിറ്റിങ്ങിൽ കിടക്കുന്നതാണ്. അത് ഒരു ടൈമിങ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് നേരെ പൈലറ്റ് അതിനെ ഇത് ചെയ്ത് അവിടെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ ഗേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജ് കണ്ടോ? ആ ബ്രിഡ്ജിൻ്റെ അടുത്താണ് ഗേറ്റ്. അങ്ങനെ ഏകദേശം 12 മണിക്കൂറോളം നീളുന്ന ഡാമിലൂടെയുള്ള യാത്രയ്ക്കൊടുവിൽ നമ്മൾ പനാമ കനാലിൻ്റെ എക്സിറ്റ് ഗേറ്റിലെത്തിയിരിക്കുകയാണ്. ഇനിയാണ് മല ഇറക്കം ആരംഭിക്കുന്നത്. പനാമ ക്യാപ്പ് $20, 3 പീസ് $20. 3 ക്യാപ്പിന് $20 ആവുന്നത്. അങ്ങനെ നഷ്ടമില്ലെന്നോ. നമ്മുടെ കപ്പലിൻ്റെ ആഫ്റ്റ് അസിസ്റ്റൻസിനായിട്ടുള്ള ടഗ് ബോട്ടും എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ഷിപ്പിനെ സേഫായിട്ട് ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുക എന്നതാണ് ഈ ടഗ് ബോട്ട് ചെയ്യുന്നത്. ഗേറ്റിലേക്ക് കടന്നാലുടൻ തന്നെ കനാലിൻ്റെ ഇരുവശങ്ങളുമുള്ള എഞ്ചിനുകൾ കപ്പലിനെ കനാലിൻ്റെ ഇരുവശങ്ങളിലും ഇടിക്കാതിരിക്കുവാനായിട്ട് ഇരുമ്പ് റോപ്പുകൾ ഉപയോഗിച്ച് നല്ലോണം കെട്ടി നിർത്തുന്നു. ഇനി എത്രയൊക്കെ കെട്ടിയിരുത്തിയെന്ന് പറഞ്ഞാലും അത്യാവശ്യം തട്ടലും മുട്ടലും ഒക്കെ എല്ലാ കപ്പലുകൾക്കും കിട്ടാറുണ്ട്.
നമ്മുടെ കപ്പൽ കനാലിൻ്റെ ഭിത്തിയിൽ ഇടിച്ച് കുറേ സിമെൻറ്റും സാധനമൊക്കെ ആയിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് ഇത് കുറച്ച് ഇടിച്ച് പോയിട്ടുണ്ട് സാധനം. ഇടിച്ച് കുറച്ച് ഉരച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഏതെങ്കിലും പോർട്ടിൽ ചെന്ന് നിർത്തിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് ഏത് അവസ്ഥയിൽ കിടക്കുക എന്നുള്ള കാര്യം. എന്തായാലും വളഞ്ഞിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു, പ്ലേറ്റ് വളഞ്ഞിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു. കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.